ഗുരു മെഹബൂബ് ബായ്, ബായ് അദ്ദേഹത്തെ എങ്ങനെ കുറിച്ച് അവിടെ എത്തിപ്പെട്ടു? ബായോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എനിക്കിട്ട പേരാണ് മെഹബൂബ് എന്ന്. അപ്പൊ എന്റെ ഒരു മാമുണ്ട്, അദ്ദേഹം കുറേശ്ശെ പാടും, തലത്തിന്റെ പാട്ടൊക്കെ പാടുന്ന അദ്ദേഹം ബായുടെ കൂടെയൊക്കെ അപ്പൊ അന്നത്തെ ഈ കൊച്ചിയിലെ എല്ലാ കല്യാണ വീടുകളിലും പരിപാടി വേണം. മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഗാനമേള ഉണ്ട്. പെട്ടിയും തവലയൊക്കെ ഉള്ളൂ, എന്നാലും പരിപാടി ഉണ്ട്. അങ്ങനെ ഒരു കല്യാണത്തിന്, എൻ്റെ ഇളയ മാമയുടെ കല്യാണത്തിന്, എനിക്കന്ന് 5 വയസ്സ് ആയിട്ടില്ല. ആ പരിപാടിയിൽ ഇങ്ങനെ എൻ്റെ ഉമ്മ ബായിയോട് പറഞ്ഞു, ബായി നമ്മുടെ മോൻ കുറച്ച് പാടും കേട്ടാ, ഇവിടെയൊക്കെ പാടണ കേൾക്കാം, അവനൊന്ന് പാടിച്ചു നോക്കൂ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെന്താണ് ആ പരിപാടി, അന്ന് ഞാൻ പാടിയ പാട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എനിക്കത് ഓർമ്മയില്ല. ഏതായിരുന്നു? നഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട്, ഇതാണ് ഞാൻ പാടിയ പാട്ട്. പിന്നെ ഇപ്പൊ ബായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബായിയുടെ പേരുകാരനുമാണല്ലേ. അപ്പൊ എന്നെ കൊച്ചു ബാബു എന്ന് വിളിക്കാൻ തുടങ്ങി. എനിക്ക് പറയാം, ഈ കൊച്ചിന്റെ ഇംഗ്ലീഷ് ഭാഗമുള്ള ജൂനിയർ. ഉമ്മാനോട് പറഞ്ഞ് ഇവനെ ഞാൻ പരിപാടിക്ക് വിളിച്ചിട്ട് വിടാതിരിക്കരുത് കേട്ടാ, ഇവൻ കുറെ പാട്ടുകൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ബായി കുറെ പാട്ടുകൾ പഠിപ്പിച്ചു. ലതയുടെ പാട്ടുകൾ പഠിപ്പിച്ചു, സുശീലാമ്മയുടെ പാട്ടുകൾ പഠിപ്പിച്ചു വന്നു. അപ്പൊ ഞാൻ ബായിയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഗാനമേള തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞ 6 വയസ്സ്. അവിടെ ഒരു ബിൽഡിംഗ് ഇല്ലേ ഫോർട്ട് കൊച്ചിയില്? അതിപ്പം നമ്മള് ബായുടെ പേരില് ശ്രീകുട്ടൻ വന്ന് പാടിയിട്ടുണ്ട്. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബായിയുടെ ഓർമ്മക്കൊരു ഗസലുകള്, അങ്ങനെ പരിപാടികളാണ്. എല്ലാം മ്യൂസിക് ലവേഴ്സ് ആണ് അവിടെ. അവിടെ പിന്നെ ആ തൂണ് വരെ പാടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഇട്ടക്കണ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങള് ചെയ്യുന്ന പരിപാടി അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാനമേള, അതിൽ നിന്ന് ഞാൻ ഒഴിവായി. അപ്പൊ നമുക്ക് എന്തെങ്കിലും പരിപാടി കിട്ടുകയാണെങ്കിൽ ഇത് മെഹഫിലാണ്, മെഹഫിലിന് വേണ്ടി കൊണ്ടു നടക്കണം. വൈകുന്നേരം ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പ്രോഗ്രാം വേണ്ട, നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടുകയാണെങ്കിൽ തന്നെ ഒരു 7 മണി തൊട്ട് 9-10 മണി വരെ നമ്മള് വേറെ ഏതോ ലോകത്താ. ഇത് പണ്ട് സാർവത്രികമായിരുന്നു. ബാബുക്കാകന്റെ ഒക്കെ കാലത്ത് കോഴിക്കോട്ടിലെ എല്ലാ തട്ടിയും പുറത്തും ഇതുണ്ടായിരുന്നു. ഇപ്പൊ ക്ഷയിച്ചു പോയി. ഇപ്പൊ ഇല്ല. കോഴിക്കോട് കുറച്ചുണ്ട്. ഇതെല്ലാം വീടിന്റെ മേളിലാണ്, മേൽത്തട്ടുകളാണ്, അതിന്റെ മേൽത്തട്ടുകളാണ് സംഗീതപ്പുരകൾ. അത് കറക്റ്റാണത്. അതിനിടയ്ക്ക് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മള് തൃശ്ശൂര് പോലീസ് ഓർക്കസ്ട്രയില് പെട്ടില്ലേ? അത് എന്താ പറയാ, നിങ്ങളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു നിമിത്തമായത് ആണ് എനിക്ക് സന്തോഷം. പക്ഷെ അതൊരു ട്രാജഡിയിൽ പറയാം. എന്ന് വെച്ചാലേ, ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന 72-ല് ബായി എന്നെ കൊണ്ടുപോയി ചഞ്ചല എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാൻ ആദ്യത്തെ പാട്ട് പാടുന്നത്. നല്ല സ്വപ്നതുല്യമായൊരു തുടക്കമാണ്. പ്രേം നസീറിന്റെ സിനിമ, ONV-യുടെ കവിത, അർജുന മാഷ് സംഗീതം, തുടക്കം അതാണ്. പക്ഷേ ബായി എന്നെ അവിടെ നിർത്തിയില്ല. സത്യം പറയാം, മദ്രാസിൽ നിന്നല്ലേ ചാൻസ് നമുക്ക്. അന്ന് മദ്രാസാണല്ലോ, എല്ലാം മദ്രാസാണ്. സ്റ്റുഡിയോ ഒന്നുമില്ല ഇവിടെ, കേരളത്തിലില്ല. പക്ഷെ ബായി സമ്മതിച്ചില്ല. കുട്ടികളെ അങ്ങനെ അവിടെ നിന്ന് ചിത്തായി പോകണ്ട, കലാഭവനിൽ പാടുന്നുണ്ടല്ലോ, അവിടെ പാടിയാൽ മതി. വിളിക്കുമ്പോ ആരെങ്കിലും വിളിച്ചാ വന്ന് പാടിക്കോ, ഇവിടെ മദ്രാസിൽ നിന്ന് ചീത്താൻ വിടൂല. വീട്ടുകാരോടും പറഞ്ഞാൽ തന്നെ വിടരുത്. അപ്പൊ അങ്ങനെ തുടർന്നു പോയി. അതിനുശേഷം ഒരു 6-7 സിനിമയില് ജെറുമാഷ 2 പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിനിടയിൽ അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 86 മുതൽ ഞാൻ പാടുന്നുണ്ട്. എനിക്ക് സങ്കടമില്ല.